എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന നവരാത്രി ആഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 2ാം ദിവസമാണ്. ഇന്നലെ സരിതാമേം പറഞ്ഞിരുന്നു, അത് ഒരു കാൽക്കുലേഷനിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. 4ാം തീയതി തൊട്ട് നമ്മൾ 13-ാം തീയതിയാണ് ഇപ്രാവശ്യം വിജയദശമി വരുന്നത്. അപ്പൊ ആ ഒരു ബേസിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഇത് ചെയ്തപ്പോൾ 4ാം തീയതി തൊട്ട് ആയിപ്പോയി എന്നുള്ളതാണ്. പിന്നീടാണ് 3ാം തീയതിയാണെന്ന് അറിഞ്ഞത്. പക്ഷെ എല്ലാവരും പബ്ലിസിറ്റി എല്ലാം ചെയ്തതിന് ശേഷമാണ് 3ാം തീയതിയാണെന്ന് അറിയുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തരും ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനെയും ഒന്ന് ഫോളോ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വന്നൊരു നിമിഷത്തേക്കാണ്, എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെയും കൂടെ ചേർത്തുകൊണ്ട് ഇന്ന് നമുക്ക് പരിപാടി ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന, ഗുരുസ്മരണയ്ക്കായി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതിയൊക്കെയുള്ള വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. ഗജാനനം ഭൂതഗണാതി സേവിതം കവിധ്വജം ഭൂപലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപേ, നമസ്തേ ഹോരബേന്ദ്ര ധാത്രാദിവന്ദ്യേ, നമസ്തേ പ്രപന്നഷ്ട ദാനൈകദക്ഷേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസ്വാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം സരസ്വതി. അപ്പോൾ അടുത്തതായി നമ്മുടെ ഇന്നത്തെ നവരാത്രി ആഘോഷങ്ങളിൽ ആദ്യമായി ഒരു പ്രഭാഷണം, അതായത് നമ്മുടെ ദേവിയുടെ 9 ഭാവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ വർഷവും നമ്മുടെ സരിതാജി ആണ്, ഡോക്ടർ സരിതാ മഹേശ്വറാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ദേവിയുടെ 9 ഭാവങ്ങളെ കുറിച്ച് വർണ്ണിച്ചത്. ഇപ്രാവശ്യവും സരിതാ മഹേശ്വരിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ സരിതാജിയെ കുറിച്ച്, പലർക്കും സരിതാജി ആരാണ് എന്താണെന്നും അറിയില്ല. എന്നാൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഡോക്ടർ സരിതാ മഹേശ്വരൻ കഴിഞ്ഞ വർഷവും നമ്മുടെ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നു, പ്രഭാഷണവും നടത്തിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ശ്രീശങ്കര ജയന്തി ദിനത്തിൽ കാലടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ ശ്രീശങ്കരീയത്തിൽ നമ്മുടെ മുഖ്യാതിഥികളിൽ ഒരാളായി പങ്കെടുത്തിരുന്നു. അതുപോലെ 18 വർഷമായി കേരള സർക്കാർ സർവീസിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ സരിതാ മഹേശ്വരൻ ഇപ്പോൾ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സാഹിത്യ വിഭാഗം മേധാവിയായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ശ്രീ അനിൽകുമാറാണ് ഭർത്താവ്. അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരുന്നു.
2 പെൺകുട്ടികളാണ് ഈ ദമ്പതികൾക്ക് ഉള്ളത്. നാരായണീയം, ശ്രീകൃഷ്ണ കർണാമൃതം, സൗന്ദര്യലഹരി, മുകുന്ദമാല, ശിവാനന്ദ ലഹരി തുടങ്ങിയ സ്തോത്രകാവ്യങ്ങൾ യൂട്യൂബിലൂടെ വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ട്. അതേപോലെ ശ്രീകൃഷ്ണ വിലാസ മഹാകാവ്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തുവാൻ ഡോക്ടർ സരിതാ മഹേശ്വരൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഭക്ത്യാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഡോക്ടർ സരിതാ മഹേശ്വരൻ. ജയശങ്കര. മ്യൂട്ട് ഒന്ന് മാറ്റിക്കോളൂ. കേൾക്കുന്നുണ്ട്. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ലോകത്തിന് മുഴുവനും അമൃത അരുളിയ, ആശ്വാസത്തിന്റെ അമൃത അരുളിയ ആ ശങ്കര ഭഗവത്പാദരുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വർഷത്തെ നവരാത്രി പ്രഭാഷണങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കട്ടെ. കഴിഞ്ഞ വർഷവും ഈ ശങ്കര ദിഗ്വിജയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട്, അതായത് ശങ്കരാചാര്യരുടെ കാലം കഴിഞ്ഞിട്ടും ആ തത്വങ്ങളും ആ ദർശനങ്ങളും ഒക്കെ നമ്മളിൽ കൂടെ ഇനി നമ്മൾ കഴിഞ്ഞിട്ട് വരുന്ന തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു വലിയ ദിഗ്വിജയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് അതിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു വലിയ അനുഗ്രഹമാണ്. എത്ര രാത്രിയായാലും ഇത്രയും ദൂരേക്ക് ഇരുന്നുകൊണ്ട് എല്ലാവരെയും കാണാൻ പറ്റുന്നതും അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഈ ഒരു നവരാത്രി പ്രഭാഷണം, നവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ദേവിയെ പറ്റിയിട്ട് 2 വാക്ക് പറയാൻ ഈ ഒരു വേദി ലഭിച്ചതില് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ കൊല്ലം പങ്കെടുക്കാൻ പറ്റി. അത് അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു, ഇനി എപ്പോ വിളിക്കുമ്പോഴും എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ ഈ ഒരു സംരംഭത്തിന് എല്ലാ സഹായങ്ങളും എന്നെ കൊണ്ട് നിസ്സാരമായിട്ടേ പറ്റുണ്ടാവുള്ളൂ, എന്നാലും അതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഇപ്രാവശ്യം എന്നെ ജ്യോതിഷേട്ടൻ വിളിച്ചപ്പോ എനിക്ക് ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ സഹകരിച്ചോളാം എന്ന് പറഞ്ഞു. അതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ്, ദേവിയുടെ കാരുണ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതായത് നമ്മൾ 2 വാക്ക് പറയുന്നത് കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവുക എന്നുള്ളത് പരമമായിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് ദേവിയുടെ പ്രസാദം തന്നെയാണ്. എല്ലാവർക്കും ഉണ്ട് ദേവി പ്രസാദം. സരസ്വതിയുടെ, അതായത് ഈ നവരാത്രി കാലങ്ങള് എന്ന് പറയണത് തന്നെ വാഗ്വിലാസത്തിന് വേണ്ടിയിട്ട്, വിദ്യക്ക് വേണ്ടിയിട്ടുള്ള കാലാണ്. ദേവി 9 ഭാവങ്ങളിലാണ് നമ്മുടെ മുമ്പിൽ വന്ന് അവതരിക്കുന്നത് ഈ 9 ദിവസം. അപ്പൊ ദേവിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. മാധർമ്മേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിസുംഭാവഹേ സുംഭധ്വം സേനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. നമ്മുടെ എല്ലാ ദുരിതങ്ങളും ദേവി ഇല്ലായ്മ ചെയ്യട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കാം. അമ്മയാണ്, ലോകത്തിന്റെ മുഴുവനും ജഗത് സ്രഷ്ടാവാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ കാലങ്ങളിലും പുരുഷന്മാരായിട്ടുള്ള ദേവന്മാരെയാണ് സ്തുതിക്കാറുള്ളത് അധികവും. ഇപ്പോ ശ്രീ പരമേശ്വരനായാലും മഹാവിഷ്ണു ആയാലും ബ്രഹ്മാവായാലും ഇന്ദ്രനായാലും ഒക്കെ പുരുഷന്മാരാണെന്നിരിക്കുമ്പോൾ അവരുടെ ശക്തിക്ക്, അവരുടെ കഴിവിന് ഒരു ചെറിയ കോട്ടം തട്ടുമ്പോൾ അതിനെ മുഴുവനും, ആ പോരായ്മകൾ മുഴുവനും ഇല്ലാതെയാക്കുന്നത് ദേവിയുടെ ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യര് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതം എന്ന് പറഞ്ഞത്. ശ്രീപരമേശ്വരൻ ഒന്ന് അനങ്ങണമെങ്കിൽ അത് ശ്രീപാർവതിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ പറ്റില്ല. ആ ശക്തിയുടെ ഒരു പൂരണം കൂടി ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും ഇവിടെ ഭംഗിയായിട്ട് നടക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ 9 രൂപങ്ങൾ എന്ന് പറയുന്നത് ഇന്നലത്തെയും ഇന്നത്തെയും കൂട്ടിയിട്ടാണെന്ന് പറയുന്നത്. ഇന്നലത്തെ ദേവിയുടെ രൂപം എന്ന് പറയുന്നത് ശൈലപുത്രിയാണ്, ഇന്ന് ബ്രഹ്മചാരിണിയാണ്.
ഇനി ബാക്കിയുള്ള രൂപങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി, ഇവരൊക്കെയാണ്. ഇതൊക്കെ ഒരേ ദേവിയുടെ ഒരേ ദുർഗാദേവിയുടെ പല പല രൂപങ്ങളാണ്. അതായത് ഇന്നലത്തെ രൂപം എന്ന് പറയുന്നത് ശൈലപുത്രി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശൈല രാജാവുമായിട്ടുള്ള ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ച ദേവിയാണ്. വളരെ പ്രസന്നവദനയായിട്ടിരിക്കുന്ന ദേവിയാണ്. കാളപ്പുറത്ത് ഏറിയിട്ടാണ് ഇരിക്കുന്നത്. വലത്ത് കൈയില് തൃശൂലമുണ്ട്, ഇടത്ത് കൈയിൽ ഒരു താമരപ്പൂവുണ്ട്. അപ്പോ തൃശൂലം എന്ന് പറയുന്നത് ആരാണോ ആക്രമിക്കാൻ വരുന്നത് അവരെയൊക്കെ തടയാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയുധം. ആ ആയുധം ഒരു കൈയില് എന്തിയിട്ടുണ്ട്, മറ്റേ കൈയില് എല്ലാ വിധത്തിലുള്ള സൗന്ദര്യവും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു താമരപ്പൂവ്. അപ്പൊ ദേവിയുടെ രണ്ട് ഭാവങ്ങളാണ് അതില് നമുക്ക് വ്യക്തമാവുന്നത്. അതായത് എതിരെ പോരാടുന്നവരെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു തൃശൂലവും എല്ലാവരെയും സാന്ത്വനിപ്പിക്കുന്നതിനുള്ള സൗന്ദര്യം അടങ്ങുന്നതായിട്ടുള്ള മറ്റൊരു ഭാവവും. അതാണ് താമരയില് ഇടത്തെ കൈയിലെ താമര കൊണ്ട് ദേവി സൂചിപ്പിക്കുന്നത്. അങ്ങനെ കാളപ്പുറത്ത് ഏറിയിട്ട് ഏത് തരത്തിലുള്ള സന്നദ്ധതയും കാണിച്ചുകൊണ്ട് അതാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശരിക്കും ദേവി ദുർഗാദേവിയാണ്, സതീദേവിയാണ്, ദക്ഷന്റെ പുത്രിയായിട്ടുള്ള ദേവിയാണ് എന്നൊക്കെ അറിയാം. ആ സതീദേവി ശ്രീപരമേശ്വരനെ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അത് ദക്ഷന് ഒട്ടും ഇഷ്ടായില്ല. ദക്ഷന്റെ മക്കളെ പലർക്കും വിവാഹം ചെയ്തു കൊടുത്തുവെങ്കിലും ശിവനുമായിട്ടുള്ള സതിയുടെ വിവാഹത്തിൽ ദക്ഷന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാത്രമല്ല ഒരു സദസ്സിൽ വെച്ചിട്ട് ശ്രീപരമേശ്വരനെ നാണം കെടുത്തുകയും ചെയ്തു. അതിനുശേഷം അവർ തമ്മിൽ ഒട്ടും ചേർന്നിട്ടില്ല. ജാമാതാവും ശ്വശുരനും തമ്മിൽ നല്ല വാക്കേറ്റവും വഴക്കും തമ്മിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ഒരു യാഗം നടത്തുകയും ആ യാഗത്തില് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ദുഃഖം ഉണ്ടായിരുന്നു സതീദേവിക്ക്. എന്നാലും സതീദേവി അവിടെ പോയി. എന്നിട്ട് അവിടെ വെച്ചിട്ട് അച്ഛന്റെ വാക്കുകൾ വീണ്ടും കേട്ടുകൊണ്ട് അഗ്നിയില് സ്വയം അർപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ആ സതീദേവി തന്നെയാണ് പിന്നീട് ഹിമവത് പുത്രിയായിട്ട് ശൈലപുത്രിയായിട്ട് വന്നത്. ആ ശൈലപുത്രി ഏതോ കാലം മുതൽക്ക് തന്നെ ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിവനുമായിട്ടുള്ള സംയോഗം ഉണ്ടാവാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നവളാണ്. ആ ദേവി തന്നെയാണ് പിന്നീട് അടുത്ത ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ രൂപമായിട്ടുള്ള ബ്രഹ്മചാരിണിയായിട്ട് തീരുന്നത്. അപ്പൊ ശൈലപുത്രി എന്ന് പറയുന്നത് ഹിമവാന്റെ പുത്രിയായിട്ടിരിക്കുന്ന അവസ്ഥയും അതിനുശേഷം കഠിനമായിട്ടുള്ള തപസ്സിലേക്ക് കടക്കുന്ന ആ സമയത്തുള്ള രൂപമായിട്ടാണ് ബ്രഹ്മചാരിണി എന്നുള്ള രൂപമായിട്ട് കണക്കാക്കുന്നത്. അതായത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു തപസ്സാണ്. ബ്രഹ്മത്തിൽ ചരിക്കുക എന്ന് പറഞ്ഞാല്, ബ്രഹ്മം എന്ന് പറഞ്ഞാല് വേദമെന്നും ഈശ്വരൻ എന്നും പരബ്രഹ്മം എന്നും ഒക്കെ അർത്ഥമുണ്ട്. അപ്പൊ അതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സ് അതിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബ്രഹ്മചാരിണി ദേവിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ദേവിയുടെ ഇന്നത്തെ രൂപം എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രമാണ്. വെളുത്തൊരു നല്ല വളരെ കനം കുറഞ്ഞതായിട്ടുള്ള ഒരു വസ്ത്രം. അതോടൊപ്പം തന്നെ പൂർണ്ണ ജ്യോതിർമയി ആയിട്ടാണ് ഇന്നത്തെ ദേവിയെ. വെളുത്ത വസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നല്ല വെളുപ്പ് എന്ന് പറയുന്നത് എല്ലാ നിറങ്ങളെയും എല്ലാ തേജസ്സുകളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു നിറാണ്. അതുകൊണ്ട് തന്നെ ഒരു ജ്യോതിർമയി ആയിട്ടാണ് ബ്രഹ്മചാരിണി ദേവി ശോഭിക്കുന്നത്. വലത്ത് കൈയില് ജപമാലയുണ്ട്, ഇടത്ത് കൈയില് കമണ്ഡലും ഉണ്ട്. അപ്പൊ അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും തപസ്സിനുള്ള പുറപ്പാടാണ്. തപോനിരതയാവാൻ വേണ്ടിയിട്ട് ശ്രീപരമേശ്വരനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ് ബ്രഹ്മചാരിണി ദേവിക്കുള്ളത്. നിൽക്കുന്ന രീതിയിലാണ്. അവിടെ കാളപ്പുറത്തൊന്നും ഏറിയിട്ടുള്ള ഒരവസ്ഥയിലല്ല. കഴിഞ്ഞ ദിവസമാണ് ഇന്നലത്തെ, അതായത് ശൈലപുത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് കാളപ്പുറത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ദേവി എന്ന് പറയുന്നത് നിൽക്കുകയും അതുപോലെ തന്നെ വലത്തെ കയ്യില് ജപമാലയും ഇടത്തെ കയ്യില് കമണ്ഡലവും. അതൊക്കെ സന്യാസിമാരുടെ തപസ് ചെയ്യുന്നവരുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള വസ്തുക്കളാണ് ജപമാലയും അതുപോലെ തന്നെ കമണ്ഡലവും. ഇനി ബാക്കിയുള്ള രൂപങ്ങളൊക്കെ അടുത്ത ദിവസം വർണ്ണിക്കാം. നമ്മുടെ ഈ ദേവ്യ ആരാധനയെ പറ്റിയിട്ട് ഋഗ്വേദകാലം മുതൽക്ക് തന്നെ ആരാധന ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് 3 തരത്തിലുള്ള നവരാത്രികൾ ഉണ്ടായിരുന്നു അത്രേ. ആ നവരാത്രികള് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നവരാത്രി ശരത്കാലത്തെ ശരന്നവരാത്രി എന്ന് പറയും. അതല്ലാതെ
ആഷാഢ കാലത്തൊരു നവരാത്രി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വസന്തകാലത്ത് ഒരു നവരാത്രി ഉണ്ടായിരുന്നു. പിന്നീട് ഈ വാസന്ത നവരാത്രിയും പോയി, ആഷാഢ നവരാത്രിയും പോയി. ഏറ്റവും മാഹാത്മ്യമുള്ളതായിട്ടുള്ള നവരാത്രി എന്ന് പറയുന്നത് ഈ ശരത്കാലത്ത് ഏറ്റവും തെളിഞ്ഞ കാലഘട്ടമാണ്. നല്ല ഏറ്റവും ജീവിക്കാൻ സുഖകരമായിട്ടുള്ള കാലമാണ്. ദേവി ആരാധന ചെയ്യാൻ ഏറ്റവും പറ്റിയ കാലമാണെന്നുള്ളത് കൊണ്ട് ഈ ശരന്നവരാത്രി മാത്രമായിട്ട് ഇപ്പോൾ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ദേവിയെ 3 ദിവസങ്ങളിൽ മൂന്ന് രൂപങ്ങളായിട്ടാണ് ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം മഹാകാളിയായിട്ടും, പിന്നത്തെ 3 ദിവസം മഹാലക്ഷ്മി ആയിട്ടും, പിന്നത്തെ 3 ദിവസം മഹാസരസ്വതിയായിട്ടുമാണ് ദേവിയെ ആരാധിക്കുന്നത്. നമ്മൾ ഈ ദുർഗാ സപ്തശതി എന്ന് പറഞ്ഞ ദേവി മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു ഭാഗമാണ്. ദേവിയുടെ എല്ലാ മഹിമകളെയും വർണ്ണിച്ച, ലോകത്തിന് മുഴുവനും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഒക്കെ നൽകാൻ തയ്യാറായി നിൽക്കുന്ന ദേവിയെ പറ്റി വർണ്ണിക്കുന്ന ഒരു സ്തോത്ര കാവ്യമാണ് ദുർഗാ സപ്തശതി. അത് മാർക്കണ്ഡേയ പുരാണത്തിന്റെ ഒരു ഭാഗമാണ്. ആ ദുർഗാ സപ്തശതിയില് ദേവിയുടെ ശക്തി വർണ്ണിക്കുന്നത് ലോകത്തിന് ഏറ്റവും ദുരവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല അസുരന്മാരെയും വധിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് നമ്മൾ ആദ്യം ചൊല്ലിയ ശ്ലോകമൊക്കെ അതിൽ വരുന്നതാണ്. മാതർമേ മധുകൈടഭഗ്നി എന്നൊക്കെ പറയുമ്പോൾ മധുകൈടഭന്മാരെ എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണുവിന്റെ എന്താണ് പറയാ, കാതില് ശ്രവണത്തിലുണ്ടായിരുന്ന ശ്രവണമലം, അതിൽ നിന്നുണ്ടായ 2 അസുരന്മാരായിരുന്നു മധുവും കൈടഭനും. അവരെ വധിച്ചത് ദേവിയാണ്. അത് കഴിഞ്ഞ് ചണ്ടനും മുണ്ടനും സുംഭനും നിസുംഭനും അവരെയൊക്കെ വധിക്കുന്നതും ദേവിയാണ്. അതിനുശേഷം രക്തബീജൻ എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായി. അയാളുടെ രക്തം എവിടെ വീണോ അവിടെ വീണ്ടും അയാളുടെ ഒരു പ്രതിരൂപം ഉണ്ടാവും. അങ്ങനെ അപ്പൊ ഒരു തുള്ളി രക്തം പോലും പുറത്തേക്ക് വീഴ്ത്താതെ രക്തബീജൻ എന്ന് പറഞ്ഞ അസുരനെയും ദേവി തന്നെയാണ് വധിക്കുന്നത്. അങ്ങനെ ലോകത്തിന് പല കാലഘട്ടങ്ങളിൽ വന്നതായ ഈ അസുരന്മാരുടെ ആക്രമണത്തിൽ നിന്നൊക്കെ ഈ ലോകത്തിന് വളരെയധികം സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ദേവി തന്നെയാണ്. അങ്ങനെയുള്ള ദേവിയെയാണ് ദുർഗ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. അതായത് ദുഃഖേന ഗന്തും ശക്യ, ആ ദേവിയുടെ അടുത്തേക്ക് പോകാനൊന്നും പെട്ടെന്ന് പറ്റില്ല എന്നുള്ളതാണ്. ദുർഗങ്ങൾ എന്ന് പറയും, ഒരു രാജ്യത്തിന് ദുർഗങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കോട്ടകളാണ്. ആ കോട്ടകൾ പണിതാൽ പിന്നെ ആ രാജ്യത്തിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. പലതരത്തിലുള്ള കോട്ടകളുണ്ട്. കിടങ്ങുകൾ ഉണ്ടാക്കും, അതുപോലെ സമുദ്രം കൊണ്ട് അല്ലെങ്കിൽ പുഴ കൊണ്ട് അല്ലെങ്കിൽ വലിയ വലിയ കുന്നുകള്, അങ്ങനെയൊക്കെ ഉള്ളതിനെ ദുർഗങ്ങൾ. അവിടേക്ക് പോകാൻ പറ്റില്ല, അത് കടന്നു പോകാൻ പറ്റില്ല. അതേ അർത്ഥം തന്നെയാണ് ദുർഗ എന്നുള്ള ദേവിയുടെ പര്യായ പദത്തിന് പറയുന്നത്. ദേവിയുടെ അടുത്തേക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ചെല്ലാനേ പറ്റില്ല. ഈ ലക്ഷ്മി ഭാവവും സരസ്വതി ഭാവവും ഒന്നും അല്ല ദുർഗയ്ക്ക്. ദുർഗ വളരെ ശക്തയാണ്. സിംഹത്തിന്റെ മുകളിലൊക്കെ ഇരിക്കുന്ന ദേവിയെ കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖത്ത് ചിലപ്പോൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലെങ്കിലും ദേവിയുടെ ശക്തി, ദേവിക്ക് ലോകത്തെ മുഴുവനും സംരക്ഷിച്ചു നിർത്താനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത് ആ ഉപകരണങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ വാഹനങ്ങളെ കൊണ്ടും ഒക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് ഓരോ ചിത്രങ്ങളും ഓരോ കഥകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശൈലപുത്രിയെയും അതുപോലെ ബ്രഹ്മചാരിണിയെയും വർണ്ണിക്കുന്ന ഓരോ ശ്ലോകങ്ങള് അത് ചൊല്ലി തൽക്കാലത്തേക്ക് ഇന്നത്തെ പ്രഭാഷണം ഞാൻ നിർത്തുകയാണ്. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർദ്ധകൃതശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം ദധാനാകരപത്മാഭ്യാമക്ഷമാലാകമണ്ഡലൂ ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമാ. അങ്ങനെ ശൈലപുത്രി രൂപത്തിലും ബ്രഹ്മചാരിണി ഭാവത്തിലും ദേവി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ സുമനസ്സുകൾക്കും, ഇത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. തൽക്കാലം നിർത്തട്ടെ. വലിയ താമസമില്ലാതെ ഞാൻ ഇതിൽ നിന്ന് പോകും എന്നുള്ളത് എനിക്കൊരു വിഷമാണ്. പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ കേൾക്കും. എന്നാലും എനിക്ക് അതിനുള്ള അനുമതി തരണം. തീർച്ചയായും വളരെ സന്തോഷം ഡോക്ടർ സരിത മഹേശ്വരൻ. ഞാൻ കരുതുന്നത് നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷന്റെ നിലവിൽ വന്ന ശേഷം കഴിഞ്ഞ 3 വർഷമായി നമ്മൾ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം സരിതാജി പറഞ്ഞതുപോലെ തന്നെ ദേവിക്ക് 9 ഭാവങ്ങളുണ്ടെന്നുള്ളതും, അതുപോലെ തന്നെ സംഗീതത്തിൽ തന്നെ ദേവിയുടെ ഈ 9 ദിവസവും 9 താളങ്ങളിലാണ് അവര് സംഗീതം ആലപിക്കുന്നതെന്നുള്ളതും, ഇതൊക്കെ ഒരു പുതിയ ഇപ്പൊ എന്നെ പോലുള്ള പുതിയ ജനറേഷൻ അല്ലെങ്കിൽ നമുക്ക് അറിവ് കിട്ടുന്നത് ഇങ്ങനെയുള്ള പരിപാടികളിൽ കൂടിയാണ്. പല കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മളിപ്പം ശ്രീ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യ ലഹരി, നമ്മള് അഹം ബ്രഹ്മാസ്മി എന്നുള്ള പരിപാടിയിലൂടെ നമ്മളിപ്പം
56ഓളം ശ്ലോകങ്ങൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷനിലെ തന്നെ എല്ലാമായ ശ്രീ ജയകൃഷ്ണൻ നമ്പൂതിരിയാണ് അതിന്റെ ക്ലാസ് എടുക്കുന്നത്. അതെല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദിഗ്വിജയം എന്നുള്ള പേര് സ്വാമിനി ജ്ഞാനാമതിഷ്ഠ ശങ്കരാചാര്യ സ്വാമികളുടെ ജീവചരിത്രവും അതേപോലെ അദ്ദേഹത്തിന്റെ കൃതികളും ഒക്കെ പ്രതിപാദിക്കുന്ന പരിപാടി. അദ്വൈത ലഹരി എന്ന് പറഞ്ഞ് വേദങ്ങളെക്കുറിച്ചും വേദാംഗങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചുകൾ പ്രതിപാദിക്കുന്ന പരിപാടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ പങ്കെടുക്കുന്നതിലല്ല, ഈ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ടുള്ള അവബോധം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ നമ്മളിപ്പോൾ അടുത്ത ഒരു ബാലശങ്കരം എന്ന് പറഞ്ഞ കഴിഞ്ഞ 1.5 വർഷമായി ഡോക്ടർ സരിത അയ്യർ നടത്തി വന്നിരുന്ന പ്രോഗ്രാമാണ്. കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരവും പൈതൃകവും കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. 1.5 വർഷം കൊണ്ട് നമ്മൾ കഴിഞ്ഞ ശ്രീശങ്കര അന്ന് സരിതാജിയും കണ്ടു കാണുമെന്ന് കരുതുന്നു. അന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അതിന്റെ പുതിയ സെഷൻ നമ്മളിപ്പം ഞായറാഴ്ച തുടങ്ങുകയാണ്. ബാലശങ്കരം എന്നുള്ള പേര് 2ാമത്തെ സെഷൻ തുടങ്ങുന്നു. അപ്പൊ പറഞ്ഞു വന്നത് ആദിശങ്കര ഫൗണ്ടേഷൻ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ അപൂർവം ഇപ്പൊ തന്നെ 9 ഭാവങ്ങൾ ദേവിയുടെ, അപ്പൊ ആ ഭാവങ്ങൾ ആ സമയാസമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ വരുവാനും അതിലൂടെ നമുക്ക് ആ ഒരു റൈറ്റ് വേ അല്ലെങ്കിൽ റൈറ്റ് പാത്ത് നമ്മൾ കണ്ടെത്തുവാൻ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നെപ്പോലെ പലരും ഇതിനകത്ത് സുരേഷ് ഏട്ടനായിക്കോട്ടെ, രാജീവേട്ടൻ, സരസ്വതിപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പലരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ പലരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കുടുംബമായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വളരെ സന്തോഷം. ഇല്ലാത്ത സമയം ഉണ്ടാക്കിക്കൊണ്ട് ഇന്നിങ്ങനെ ഒരു പരിപാടി കാണിച്ച സന്മനസിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണമിക്കുന്നു. ജയശങ്കര, നന്മയുണ്ടാവട്ടെ. ജയശങ്കര. സന്തോഷം. ശരി ശരി. വളരെ സന്തോഷം സരിതാജി. ഞാൻ അടുത്തതായി നമ്മുടെ ഇന്നത്തെ പരിപാടി ദേവി കീർത്തനമാണ്. നമ്മുടെ കഴിഞ്ഞ 9 ദിവസം നമ്മൾ 9 സംഗീതജ്ഞരെ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. അതിലൂടെ അവരുടെ സ്വരമാധുര്യം നമുക്ക് ആസ്വദിക്കുവാനും സാധിക്കും. ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസം നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കുന്നത് ശ്രീമതി സജിന രാജേഷ് ആണ്. സജിന രാജേഷ് ജിനെ എല്ലാവർക്കും അറിയാം. ഇവിടെ ആദിശങ്കര കുടുംബത്തിലെ കുടുംബാംഗമാണ്. പ്രത്യേകിച്ച് ഒരു മുഖപുരയുടെ ആവശ്യമില്ലെങ്കിൽ തന്നെ പലർക്കും അറിയാത്തവരും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു രീതിയിൽ എന്നാലാവുന്ന രീതിയിൽ സജിനാജിയെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷങ്ങളായി ശ്രീമതി സജിന രാജേഷ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള വസ്ത്ര എന്ന സ്വന്തം കമ്പനിയുടെ ഓൾ ഇൻ ഓൾ ആയി പ്രവർത്തിക്കുകയാണ്. അത് ആ വസ്ത്ര എന്നുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് ഷെഫ് കോട്ട്, അതേപോലെ കാറ്ററിംഗ് യൂണിഫോം, അപ്രോൺ, അതുപോലെ ഷെഫ് ക്യാപ്പ്, അതേപോലെ യൂണിഫോം, അത് സ്കൂൾ യൂണിഫോം എന്നൊക്കെ തുടങ്ങി റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ നിർമ്മാതാക്കളാണ് വസ്ത്ര എന്നുള്ള. അതിന്റെ ഓൾ ഇൻ ഓൾ ആണ് ശ്രീമതി സജിന രാജേഷ്. 20-ൽ പരം വനിതാ ടൈലേഴ്സ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അതായത് അന്നദാതാവാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആൾക്കാർക്ക് നമ്മൾ ഒരു ജോലി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബം പുലരുന്നു, അത് വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ചെന്നൈ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായും അതേപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറായും അതേപോലെ ആത്മായനം, ശങ്കരപദം എന്നീ യാത്രാ പരിപാടികളുടെ കോർഡിനേറ്റർ കൂടിയാണ് ശ്രീമതി സജിനാജി. ഏറെ ആദരവോടെ ശ്രീമതി സജിന രാജേഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സജിനാജി സംഗീതം അഭ്യസിച്ചത് നമ്മുടെ തന്നെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മുൻ തിരുവനന്തപുരം കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ കുമാരി വൈഷ്ണവിജിയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തീർച്ചയായും പ്രത്യാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ജയശങ്കര. 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 നവരാത്രി ദിന ആശംസകൾ. ബ്രഹ്മചാരിണി ഭാവത്തിലിരിക്കുന്ന ദുർഗാദേവിയുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ ഈ കീർത്തനം സമർപ്പിച്ചു കൊള്ളട്ടെ. ആദ്യമായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനോട് എനിക്ക് ഇങ്ങനെ ഒരു സംഗീതാർച്ചന നടത്താനുള്ള ഭാഗ്യം തന്നതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് ആദ്യമായി ശ്രീ മൂകാംബികാഷ്ടകമാണ് ചൊല്ലുന്നത്. ദുഃഖനാശിനിയും സർവൈശ്വര്യപ്രദായിനുമായ ഭക്തവത്സലയായ ശ്രീ മൂകാംബികാ ദേവിയുടെ പൂർണ്ണ സ്വരൂപത്തെ 8 ശ്ലോകങ്ങളിലായി പ്രകീർത്തിക്കുന്ന അപൂർവ സ്തോത്രമാണ് ശ്രീ മൂകാംബികാഷ്ടകം. രാഗം കന്നഡ. സരി പഗ മധനി സാനി പ മഗ മാരി സ. സരി പഗ മധനി സാനി പ മഗ
मारीसा। नमस्ते जगद्धात्र सद्ब्रह्मरूपे, नमस्ते हरोपेन्द्र दात्रादिवन्दे, नमस्ते प्रपन्नेष्ट दानैकदक्षे, नमस्ते महालक्ष्मी कोलापुरेशी। नमस्ते जगद्धात्री सद्ब्रह्मरूपे, नमस्ते हरोपेन्द्र दात्रादिवन्दे, नमस्ते प्रपन्नेष्ट दानैकदक्षे, नमस्ते महालक्ष्मी कोलापुरेशी। विधिकृत्तिवासा हरिर्विश्वमेत सृजत्यक्तिपातीति यत्तत् प्रसिद्धं, कृपालोकनादेव ते शक्तिरूपे, नमस्ते महालक्ष्मी कोलापुरेशी। त्वया मायया व्याप्तमेतत् समस्तम्, धृतं गीयसे देवि कुक्षौ हि विश्वम्, स्थितां बुद्धिरूपेण सर्वत्र जन्धौ, नमस्ते महालक्ष्मी कोलापुरेशी। यया भक्त हि लक्ष्यन्दहेते, यया भक्तवर्गा हि लक्ष्यन्दहेते, त्वयात्र प्रकामं कृपापूर्णदृष्ट्या, अतो गीयसे देवि लक्ष्मीरिति त्वां, नमस्ते महालक्ष्मी कोलापुरेशी। पुनर्वाक्पडुत्वादिहीनादिमूका नरास्तैर्निकामं खलु प्रार्थसे यत्, निजेष्टाप्तये तेन मूकाम्बिका त्वं, नमस्ते महालक्ष्मी कोलापुरेशी। यदद्वैतरूपात् परब्रह्मणस्त्वं, समुत्था लीलोद्यमस्था, तदाहुर्जनास्त्वां च गौरीं कुमारी, नमस्ते महालक्ष्मी कोलापुरेशी। हरेशादिदेवो तथेजोमय सुरचक्रराजाख्य लिङ्गस्वरूपे, महायोगिकोलर्षि हृत्पद्मगेः, नमस्ते महालक्ष्मी कोलापुरेशी। नमः शङ्खचक्राभयाभीष्टहस्ते, नमः त्र्यम्बके गौरी पद्मासनस्ते, नमः स्वर्णवर्णे प्रसन्ने शरण्ये, नमस्ते महालक्ष्मी कोलापुरेशी। इदं स्तोत्ररत्नं कृपा सर्वदेवौ, हृदि त्वां समाधाय लक्ष्यम्, नमः शङ्खचक्राभयाभीष्टहस्ते, नमः त्र्यम्बके गौरी पद्मासनस्ते, नमः स्वर्णवर्ण प्रसन्ने शरण्ये, नमस्ते महालक्ष्मी कोलापुरेशी। नमस्ते महालक्ष्मी कोलापुरेशी, नमस्ते महालक्ष्मी കോലാപുരേശി. ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചു കൊള്ളട്ടെ. എന്നൊരു ചെറിയ കീർത്തനം കൂടെ ഉണ്ട്. മധ്യമാവതിയിലാണ്. കോമ്പോസിഷൻ പുരന്ദരദാസ്. ഭാഗ്യാദലക്ഷ്മീ പാരമ്മ, ഭാഗ്യാദലക്ഷ്മീ പാരമ്മ, നമ്മമ്മനി സൗഭാഗ്യാദ ലക്ഷ്മീ പാരമ്മ.
ಹೆಚ್ಚಯ ಮೇಲೆ ಹೆಚ್ಚಯ ನೀಕುತ ಗೆಜ್ಜ ಕಾಲ್ಗಳ ಧ್ವನಿಯ ತೋರುತ ಸಜ್ಜನ ಸಾಧು ಪೂಜೆಯ ವೇಳೆಗೆ ಮಜ್ಜಿಗೆ ಒಳಗಿನ ಬೆಣ್ಣೆಯಂತೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮನಿ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯ ನೀಕುತ ಗೆಜ್ಜ ಕಾಲ್ಗಳ ಧ್ವನಿಯ ತೋರುತ ಸಜ್ಜನ ಸಾಧು ಪೂಜೆಯ ವೇಳೆಗೆ ಮಜ್ಜಿಗೆ ಒಳಗಿನ ಬೆಣ್ಣೆಯಂತೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮನಿ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಕನಕ ವೃಷ್ಟಿಯ ಕರೆಯುತ್ತ ಬಾರೆ ಮನಗಾಮನಯ ಸಿದ್ಧಿಯ ತೋರೆ ದಿನಕರ ಕೋಟಿ ತೇಜದಿ ಹೊಳೆಯುವ ಜನಕರಾಯನ ಕುಮಾರಿ ಬೇಗ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮನಿ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಕನಕ ವೃಷ್ಟಿಯ ಕರೆಯುತ್ತ ಬಾರೆ ಮನಕಾಮನಯ ಸಿದ್ಧಿಯ ತೋರೆ ದಿನಕರ ಕೋಟಿ ತೇಜದಿ ಹೊಳೆಯುವ ಜನಕರಾಯನ ಕುಮಾರಿ ಬೇಗ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮನಿ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಸಕ್ಕರೆ ತುಪ್ಪದ ಕಾಲುವೆ ಹರಸಿ ಶುಕ್ರವಾರದ ಪೂಜೆಯ ವೇಳೆಗೆ ಅಕ್ಕರೆಯುಳ್ಳ ಅಲಗಿರಿ ರಂಗನ ಚೊಕ್ಕ ಪುರಂದರ ವಿಠಲನ ರಾಣಿ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮನಿ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಸಕ್ಕರೆ ತುಪ್ಪದ ಕಾಲುವೆ ಹರಸಿ ಶುಕ್ರವಾರದ ಪೂಜೆಯ ವೇಳೆಗೆ ಅಕ್ಕರೆಯುಳ್ಳ ಅಳಗಿರಿ ರಂಗನ ಚೊಕ್ಕ ಪುರಂದರ ವಿಠಲನ ರಾಣಿ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮನಿ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮನಿ സൗഭാഗ്യദ ലക്ഷ്മി ബാരമ്മ. വേദിയിലുള്ള എല്ലാവരെയും ലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ, ഭാഗ്യം കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ സംഗീതാർച്ചന അവസാനിപ്പിക്കുകയാണ്. ജയശങ്കര. ഒരിക്കൽ കൂടി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനോട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ജയശങ്കര. വളരെ സന്തോഷം സജനാജി. തുടക്കം ഗംഭീരമായി, എന്താ പറയാ, നമുക്ക് ആ ദേവിയുടെ ഒരു സാന്നിധ്യം ഉള്ള ഒരു അനുഭവം കൂടി ഉണ്ടായി. വളരെ സന്തോഷം. നല്ലൊരു ഇതായിട്ട് തന്നെ നല്ലൊരു തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചു. വളരെ സന്തോഷം. നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. നമുക്ക് അടുത്തത് ലളിതാ സഹസ്രനാമ സ്തോത്ര പാരായണമാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഒരാളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള ജയ്പൂർ ചാപ്റ്ററിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണ സാറിനെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം സഹസ്രനാമ പാരായണം നടത്തും. നമുക്ക് അതിന്റെ കൂടെ തന്നെ പാരായണം ചെയ്യാം. മൈക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അവസരം ലഭിക്കും. ആരും വിഷമിക്കേണ്ടതില്ല. ഓരോ ദിവസമായിട്ട് ഓരോരുത്തരെയായിട്ട് നമ്മൾ ക്ഷണിക്കുന്നതാണ്. ഇന്നിപ്പോൾ നമുക്ക് ഉണ്ണികൃഷ്ണ സാറ്, അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു അവസരം ലഭിക്കും. ഞാൻ വിചാരിച്ച് മനസ്സുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. സാർ, അങ്ങേക്ക് സ്വാഗതം. ജയശങ്കര. സിന്ധൂരാരുണ വിഗ്രഹാം ത്രിണയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീ ആവീനവക്ഷോരുഹാം പാണിഭ്യാമണിപൂർണരത്നചഷകം രക്തോത്പരം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനീം
ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്തഹസി ദക്ഷണാം സചരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പ ാം ഓം ശ്രീമഹാസിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യത്ഭാനുസഹസ്രാഭാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപപാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരുവേക്ഷുകോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമഞ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കജ ഗുരുവിന്ദ മണിശ്രേണീ കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജതളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭമൃഗനാഭി വിശേഷക വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക ഭക്തലക്ഷ്മീ പരീവാഹ ചലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ പാസുര കദംബമഞ്ജരീ ക്ലിപ്തകർണപുര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലഭൂ നവവിദ്രുവബിംബ ശ്രീന്യക്കാരിരതനച്ഛത ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തിദ്വയോജ്വല കർപ്പൂരവീടികാമോദ സമാകർഷത്തികന്ധര നിജസല്ലാഭമാധുര്യ നിജസല്ലാഭമാധുര്യ വിനിർവർഷിത ഗച്ഛവി മന്ദസ്മിത പ്രഭാപൂരമഞ്ജത് കാമേശ മാനസ അനാകലിത സാദൃശ്യ ജുഗ ശ്രീവിരാജിത കാമേശബത്തമാംഗല്യ സൂത്രശോഭിത കന്ധര കനകാംഗത കേയൂര കമനീയ കുജാന്വിത രത്നഗ്രൈവേ ചിന്താകലോല മുക്താഫലാന്വിത കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി നാഭ്യാലപാലരോമാളീലതാപലകുചത്വയീ ലക്ഷ്യലോമലതാധാരദാസ പുന്നേയ മധ്യമ സ്തനഭാരതളം മധ്യപട്ടബന്ധവലിത്രയ അരുണാരുണ കൗസുംബ വസ്ത്രപാസുത്കടീതടീ രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർത്തവോരുത്തയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഗൂഢഗുൽഫാഗുപ്രപൃഷ്ടചേഷ്ണുപ്രപദാന്വിത നഖദീതി സംചന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ചിഞ്ചാനമണിമഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യ സേവതീ സർവാരുണാനവത്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീന വല്ലഭ സുമേരുമത്യശൃംഗസ്ഥ ശ്രീമന്നഗര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവി സംസ്ഥാകദംബവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷീഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ പണ്ഡാസുരവതോദ്യുക്ത ശക്തിസേനാ സമന്വിത സമ്പത്കരീ സമാരൂഢ സിന്ദൂരവർജ സേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടി കോടി വിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധപരിഷ്കൃത ഗേചക്രരഥാരൂഢ നന്ദ്രിണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്തവന്നിപ്രകാരമധ്യക പണ്ഡസൈന്യവതോദ്യുക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക പണ്ഡപുത്രവതോദ്യുക്തബാല വിക്രമനന്ദിത മന്ത്രിണ്യം ഭാവിരചിത വിഷംഗവത ദൂഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിത പണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രസ്ത്യസ്ത്രവർഷിണി കരാങ്കുലീ നവോത്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാക്തി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സമണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവ ഹരനേത്രാന്തി സന്ദഗ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമക്വാക്വകൂടൈക സ്വരൂപ മുഖപങ്കജ കണ്ടാതക്കടി പര്യന്തമത്യകൂട സ്വരൂപിണി
ശക്തി ഗൂഢേകതാപന്ന കട്ടിതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രേകളേവര കുളാമൃതൈകരസിക കുളസങ്കേത പാലിനി കുളാങ്കന കുലാന്തസ്ത ഗൗളിനി കുളയോഗിനി അകുളാ സമയാന്തസ്ത സമയാചാര തത്പര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാം ഭുജാരൂഢാ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചു ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി ബിസതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാവഹ ശാംഭവി ശരദാ സത്യ സർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാത്വി ശരചന്ദ്ര നിപാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുര നിർഗുണ നിഷ്കല ശാന്ത നിഷ്കാമ നിരുവിപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യബുദ്ധ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാദന നിരീശ്വര നീരാകാരാഗമദിനി നിർമ്മദാമതനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹാമോഹനാശിനി നിർമ്മമാമതാഹന്ത്രി നിഷ്പാപാപാപനാശിനി നിഷ്ക്രോധാക്രോധശമനി നിർലോഭാലോഭനാശിനി നിസംശയ സംശയഗ്നി നിർഭവാ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലജുഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമാ ദുർഗാ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധിക വർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർമൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തി മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ടിഭജാരാഠ്യ ചതുഷ്ടികലാമയി മഹാചതുഷ്ടികോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ധ്യാനത്യാതൃതേ രൂപാധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സുബന്ധി തേജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപിത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹദ പഞ്ചകൃത്യപരായണ താനമണ്ഡല മധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭൂനാവലി സഹർഷശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ ആ ബ്രഹ്മകീട ജനനീ വർണ്ണാശ്രമവിദായിനി നിജാജ്ഞാരൂപ നിഗമാ പുണ്യ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജതൂളിക സകലാഗമ സന്തോഷ ശുക്തി സമ്പുടമൗക്തിക പുരുഷാർത്ഥപ്രദാ പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബിക നാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ശ്രീങ്കാരി ശ്രീമതി ഹൃദ്യ ഹേയോപാദേ വർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവരോചന രഞ്ജിനി രമണീ രസ്യാരണത്തിങ്കിണി മേഖല രമാരാഗേന്ദുവദനാരതിരൂപാരതിപ്രിയ രക്ഷാകരി രാക്ഷസഗ്നി രാമാരമണലംബട കാമ്യാകാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗതി ഗന്ധാകരുണാരസ സാഗര കലാവതി കലാലാപ കാന്ത കാദംബരിപ്രിയ വരദ വാമനയന വാരുണി മതവിക്വല വിശ്വാദിക വേദവിദ്യാ വിന്ധ്യാചല നിവാസിനി പിതാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷേവൃത്തി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ധ്യ വന്ദാരുജർ വത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത് കൽപ്പലതിക പശുപാശു വിമോചിനി സംഹൃതാശേഷ ഭാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാക്തി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാതമോപഹ സ്വരൂപിണി
സ്വാത്മാനന്ദലേ വിഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാപ്രത്യക്ഷതി രൂപ പശ്യന്തി പരദേവത മധ്യമാ വൈകരീ രൂപ ഭക്തമാനസ ഹംസിക കാമേശ്വര പ്രാണനാടീ കൃതജ്ഞ കാമപൂജിത ശൃംഗാര സമ്പൂർണ ജയാജാലന്തരസ്ഥിത ഓഠ്യാണ പീഠനിലയാ ബിന്ദുമണ്ഡലവാസിനി രഘോയാഗക്രമാരാത്യാരഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷ്യവർജിത ഷഡംഗദേവതായുക്ത ഷാഡ്പുണ്യപരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യാ ഷോഡശിഖാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതി വ്യക്താവ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദ്ദതമോഭേദഭാനുമത്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാശിഷ്ട പൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാച ഗോചര ചിച്ചക്തിശ്ചേതനാരൂപ ജഡശക്തിർജടാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യാദിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമാ നിത്യൗവനാമതശാലിനി മതകൂർണിതരക്താക്ഷി മതപാടല ഗണ്ഡഭൂഹു ചന്ദനദ്രവദിക്താംഗീ ചാമ്പയ കുസുമപ്രിയ കുശലാകോമളാകാര ഗുരുകുല്ലാകുളേശ്വരി കുളകുണ്ഠാലയ ഗൗളമാർഗതത്പര സേവിത കുമാരഗണനാഥാംബ ദുഷ്ടിപുഷ്ടി മതൃധൃതി ശാന്തി സ്വസ്തിപതി കാന്തിർനന്ദിനി വിക്രനാശിനി തേജോപതി തിരുനയനാലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാമലയാജലവാസിനി സുമുഖി നളിനി സുപ്രൂശോഭനാസുര നായിക കാളകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യാ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണാതിർലോചന ഖഡ്വാംഗാദി പ്രഹരണ അവതനീക സമന്വിത പായസ അന്നപ്രിയ ത്വക്സ്ഥാ പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സമ്പ്രദാഡാകിനീശ്വരി അനാഹതാബ്ജ നിലയ ശ്യാമാഭാവദനത്വയ ദംഷ്ട്രോജ്വലാക്ഷമാലാതിധരാരുദ്ര സംസ്ഥിത കാളരത്രാതിശക്തൗകവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്ര വരദാരാഗണ്യം ഭാസുരൂപിണി മണിപൂരാബ്ജ നിലയാവദനത്രയ സംയുത വജ്രാധികായുധോപേതാഡാമര്യാദിവിരാവൃത രക്തവർണ മാംസനിഷ്ഠാഗൂഢന്നപ്രീതമാനസ സമസ്ത ഭക്ത സുഖദാസ ലാകിന്യം ഭാസുരൂപിണി സ്വാദിഷ്ടാനാം ഭുജഗദാചതുർഭക്തമനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാദിഗർവിത മേധോനിഷ്ഠാമധുപ്രീത അബന്ധിന്യാദി സമന്വിത ദിദ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്താസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാതി നിഷേവിത മുക്തവദനാസക്തയുക്ത സാഹിന്യം ഭാസുരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണാഷടാനന മജ്ജാസംസ്ഥാഹംസവതി ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിന്ദ്രാൻ നൈകരസികാഹാകിനി രൂപധാരിണി സഹസ്രതലോത്പസ്ഥ സർവവർണോപശോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീതയുക്ത യാഗിന്യം ഭാസുരൂപിണി സ്വാഹാ സ്വതാമതിർമേധാ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുരോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യാവിയതാദി ജഗത്പ്രസു സർവവ്യാപി പ്രശമനി സർവമൃത്യു നിവാരിണി അഗ്രഗണ്യാ ചിന്തരൂപ കലികൻ മൃഹനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂല പൂരിതമുഖീത കുസുമപ്രഭ മൃഗാക്ഷി മുഖ്യകർത്ത ഭക്തനത് നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷി പരാശ ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യാകാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യ ത്രിഗുണാകാമകോടിക കടാക്ഷകിങ്കിരീഭൂതകമലാകോടി സേവിത ചിരസ്ഥിത ചന്ദ്രനിഭ ഭാരസ്തേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാര വിപ്രഖ്യാതൃകോണാന്തരദീപിക ദാക്ഷായണീ ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ദരന്തോളി ദീർഘാക്ഷി ദരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിർഗോമാതാ ഗുഹജന്മഭൂ ദേവേശീ ദണ്ഡനീതിസ്ഥാദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്ത നിധിമണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേ ആത്മാപരമാഭാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ ക്ലീങ്കാരി കേവല ഗുഹ്യ കൈവല്യപദായിനി ത്രിപുരാത്ര ജഗത് വന്ദ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി ത്രക്ഷരി ദിവ്യഗന്ധാട്യ സിന്ദൂരതിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാവാഗതീശ്വരി ജ്ഞാനഗമ്യ അപരിച്ഛത്യാജ്ഞാനദാജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോകാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല
അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രസിദ്ധ സദസ്സദ്രൂപധാരിണി അഷ്ടമൂർത്തിരജാജൈത്രി ലോകയാത്രാവിധായിനി ഏകാകിനി ഭൂമിരൂപ നിർദ്വൈതാദൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മിക സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ മഹാഭാഷാരൂപ ബൃഹത് സേനാഭാവാഭാവ വിവർജിത സുധാരാധ്യ സുഖകരി ശുഭകരി ശോഭനാ സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശ നിയാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിതാദൈത്യശമനി ദൈത്യലോക സർവലോകവശങ്കരി സർവാർത്ഥസാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാലാപരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ സർവോപാധിവിനിർത്തരി നാമപാരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി മിഥ്യാ ജഗതിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലേഖരി ലജ്ജാരം ഭാതിവന്ദിത ഭവതാവസുതാ വൃഷ്ടി പാപാരണ്യവാനല ദൗർഭാഗ്യദൂരവാദൂലാചരത്വാന്തര വിപ്രഭ ഭാഗ്യാപ്തിയന്ത്രികാവക്തയത്ത് കേകീകനാഹന രോഗപർവതംബോളിർ മൃത്യുദാരുകുടാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദാത്രി സുഭഗ ത്രയംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗത ശുദ്ധാജപാ പുഷ്പനിഭാകൃതി ഓജോവതി ദ്വിതരായ രൂപ പ്രിയപ്രദ ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമപ്രിയ മഹതീ മേരു നിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണ്യസ്ഥിരാജ്യതൂ ത്രിപുരേശി ജയത്സേന നിസ്ത്രൈ ഗുണ്യാപരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യപരായണ കവർദ്ധിനി കലാമാല കാമദുഃഖാമരൂപിണി കലാനിധി കാവ്യകലാ രസജ്ഞാരസേവതി പുഷ്ടാപുരാധന പൂജ്യ പുഷ്കര പുഷ്കരക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശഹസ്താപാശകന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്താമൂർത്ത നിത്യരുക്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവന്തര്യാമിണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാസത്പീഠരൂപിണി വിശൃംഖല വിവക്തസ്ഥ വീരമാതാവിയത് പ്രസൂ മുകുന്ദ മുക്തി നിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞാഭവരോഗ്നി ഭവചക്രപ്രവർത്തിനി ചന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുത്താമ വൈഭവാവർണരൂപിണി ജന്മമൃത്യുജരാതത്വന വിശ്രാന്തിദായിനി സർവോപനിഷദുത്കൃഷ്ട ശാന്തതീതകലാത്മിക ഗംഭീരാഗനാന്തസ്ഥ ഗർവിതാഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ടാകാന്താക അന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനത്കനകതാടങ്കാലീല വിഗ്രഹധാരിണി അജാക്ഷേപ നിർമുക്ത മുക്താക്ഷിപ്രസാദിനി അന്തർമുഖ സമാരാത്യ ബഹിർമുഖ സുദുർലഭ ത്രിവർഗ നിലയ ത്രിസ്ഥാത് വിരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാരാമാസുതാശ്രുതി സംസാരമംഗ നിർഭക്ത സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തി യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷാധന ധാന്യവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഹ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർയോനി നിലയ കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നിഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലനാകല്യ വിദഗ്ധ വൈന്ദവാസന തത്വാധിക തത്വമയി തത്വർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാവസവ്യമാർഗ കൈവല്യപദായിനി സ്വത്രപ്രിയ സ്തുതിമതി സ്തുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേത പഞ്ചാതിശായിനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതീ ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക
ബന്ധൂക കുസുമ പ്രഖ്യാ ബാലാലീല വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഠ്യ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധ മാനസ ബിന്ദു ദർപ്പണ സന്തുഷ്ട പൂർവജാ ത്രിപുരാംബിക ദശമുദ്രാ സമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്മത ചാരിത്ര്യ വാഞ്ചിതാർത്ഥ പ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡത്വാദിരൂപിണി അവ്യാജ കരുണാമൂർത്തിരജ്ഞാനത്വാന്ത ദീപിക ആവാലകോപ വിദിത സർവാനുല്ലംഘ്യ ശാസന ശ്രീ ചക്രരാജനിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവാ ശിവശക്തിക്ക് രൂപിണി ലളിതാംബിക. ഓം പുരാണേ ജയശങ്കര. വളരെ സന്തോഷം ഉണ്ണികൃഷ്ണൻ സർ. വളരെ മനോഹരമായി തന്നെ നല്ല സ്പീഡിൽ തന്നെ ജപിക്കുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് സമയം ലാഭിക്കുവാനും സാധിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഇനിയുണ്ടൊരു 5 മിനിറ്റും കൂടെ നമുക്ക് ഒരു കീർത്തനത്തിനായി നമ്മുടെ ശോഭ ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശ്ലോകമോ കീർത്തനമോ എന്തെങ്കിലും ആവാം. അദ്രി നിവാസിനി ദേവി മൂകാംബികെ വിദ്യാസ്വരൂപിണി മൂകാംബികെ ആത്മപ്രകാശിനി ദേവി മൂകാംബികെ ആത്മാനന്ദ പ്രഭേ മൂകാംബികെ ഇന്ദീവരക്ഷണേ ഇന്ദുബിംബാനനെ ഇന്ദുചൂടപ്രിയേ മൂകാംബികെ ഈരേഴുലകിനും കാരണഭൂതയായി മേവീടുമംബികെ മൂകാംബികെ ഉള്ളം തെളിവതിനുള്ളിൽ വാണിടണം ഉള്ള നാളൊക്കെയും മൂകാംബികെ ഊനം വരുത്തണം രോഗങ്ങൾക്കൊക്കെയും ദീനദയാനിധേ മൂകാംബികെ എന്നെ കനിവോടെ കാത്തരുളേണമെൻ അംബേ ദയാനിധേ മൂകാംബികെ ഏണാംഗബിംബാനനെ മനോമോഹനെ മാഹേശ്വര പ്രിയേ മൂകാംബികെ ഐഹിക സൗഖ്യവും മോക്ഷവും നൽകുന്ന മോഹവിനാശിനി മൂകാംബികെ ഒക്കെയുപേക്ഷിച്ചു നിൻപാദപങ്കജം ചൊൽക്കൊണ്ടു കാണായി മൂകാംബികെ ഓതുന്ന വേദപ്പൊരുളായി മേവുന്ന പാതകനാശിനി മൂകാംബികെ ഔഡുപമാലയണിഞ്ഞു വിളങ്ങുന്ന ദിവ്യജനാഥിരേ മൂകാംബികെ അന്തരമെന്നിയെ ചിന്തിപ്പവർക്കുള്ള സന്താപനാശിനി മൂകാംബികെ മൂകാംബികെ ദേവി മൂകാംബികെ ദേവി മൂകാംബികെ ദേവി മൂകാംബികെ മൂകാംബികെ ദേവി മൂകാംബികെ ദേവി മൂകാംബികെ ദേവി മൂകാംബികെ. ജയശങ്കര. വളരെ സന്തോഷം ശോഭ ചേച്ചി. നമുക്ക് ഇന്നത്തെ നമ്മുടെ നവരാത്രി ആഘോഷത്തിന്റെ ആദ്യത്തെ ദിവസം നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. ഞാനിത് സമർപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട മാധവേട്ടനെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ സമർപ്പണത്തിന് വേണ്ടി ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കൂടെ തരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തുടർന്ന് നമുക്ക് അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മാധവേട്ട. ആയിക്കോട്ടെ. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിദം
നചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാതിഭിരവി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യപ്രഭവതി. ജപോ ജൽപശില്പം സകലമപി മുദ്രാവിരജനാഗതിപ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു എന്മേ വിലസിതം. നമ്മൾ ദേവിയുടെ നവരാത്രങ്ങൾ ആഘോഷിക്കുന്ന ഇതിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ പറഞ്ഞു പല പല ഭാവത്തിൽ ദേവി നമ്മുടെ മുമ്പിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. 9 ഭാവങ്ങളാണ്. ഇപ്പോൾ മൂകാംബിയമ്മയാണെങ്കിൽ, കൊല്ലൂരിൽ മൂകാംബിയമ്മയാണെങ്കിൽ ത്രിഭാവങ്ങളിലാണ്. അവിടെ ശക്തിയായിട്ടും വിദ്യയായിട്ടും ഐശ്വര്യമായിട്ടും ഒക്കെ മൂകാംബിയമ്മ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അവളെ ഇപ്പോൾ ഇന്നത്തെ പരിപാടിയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങിയ ദിവസമാണ്. മറ്റ് പല തിരക്കുകളും ഉള്ളത് കൊണ്ട് തന്നെ 100% ഇതിനെ എനിക്ക് ആദ്യം മുതൽ കയറാൻ പറ്റിയില്ല. ഏതായാലും നാളെ അങ്ങനെ തന്നെ, നാളെ ഒരു പ്രഭാഷണമുണ്ട് ദേവി മാഹാത്മ്യത്തിനെ പറ്റി. അപ്പോൾ ഇന്നത്തെ ഞാൻ ആദ്യത്തെ നമ്മുടെ സരിതാജിയുടെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. ഒന്നും പറയാനില്ല, കാരണം കേട്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഓരോ പരിപാടിയും. വളരെ ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അത്ര സങ്കീർണമായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നവരെല്ലാവരും ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആദിശങ്കര അതിൻ്റെ ആ ഒരു ചൈതന്യം കൊണ്ടായിരിക്കാം, അതിൻ്റെ ഒരു സുയോഗം കൊണ്ടായിരിക്കാം ഇവിടെ വരുന്നവരൊക്കെ നമുക്ക് ഇന്നത്തെ ജീവിതം എങ്ങനെ കൊണ്ടുപോവാം. ഇപ്പൊ നമുക്കറിയാം ജീവാത്മാവും പരമാത്മാവുമാണ്. ഇപ്പൊ രാധാകൃഷ്ണ സങ്കല്പം, രാധാമാധവ സങ്കല്പം, സീതാരാമ സങ്കല്പം, ഇതൊക്കെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ്. അപ്പൊ ഇതൊക്കെ കൂടിച്ചേർന്നിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലാണ്, അല്ലെ? അപ്പോൾ ഓരോ മനുഷ്യനും കർത്തവ്യങ്ങളുണ്ട്. അതാണ് നവരാത്രി നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ദ്രിയങ്ങളെ പിന്നെ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ ചിലപ്പോൾ വിട്ടയക്കാൻ വളരെ എളുപ്പമായിരിക്കും, അത് വളരെ ഈസിയാണ്. പക്ഷെ ഈ നമുക്ക് ഭഗവാൻ തന്ന ഈ സകല സാധനങ്ങളും, അവയവങ്ങൾ ധാരാളമുണ്ട്. ഇതിനൊക്കെ പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള മധുകൈടഭന്മാരെ, അല്ലെ, ഈ ആസുരിക ശക്തിയെ മെല്ലെ മെല്ലെ ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. അപ്പോ അതാണ് നവരാത്രിയുടെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 3 ദിവസങ്ങളിൽ 3 ഭാവങ്ങളിലായിട്ടാണ് ദേവി. അവസാനം അതേ ദേവി തന്നെ മാർക്കാണ്ഡേയ പുരാണത്തിലാണ് ദേവി മാഹാത്മ്യത്തിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നത്. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യ ജന്മമൊന്നും പോരാ, എത്രയോ ജന്മങ്ങൾ പിന്നെ ജീവിച്ചാലും ചിലപ്പോൾ നമ്മുടെ പുരാണങ്ങളെ ഒന്ന് സ്പർശിക്കാൻ പോലും ചിലപ്പോൾ പറ്റില്ല. പക്ഷെ നമുക്ക് ഇന്നത്തെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് എടുക്കുമ്പോഴാണ് ആ വിജയദശമിയുടെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഇതൊക്കെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ്. പിന്നെ നമുക്ക് ചിലപ്പോൾ പ്രഭാഷണം ചെയ്യാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, ഒന്ന് പ്രസംഗിക്കാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ പ്രാവർത്തിക മേഖലയിൽ ഓരോന്ന് കൊണ്ടുവരാൻ പിന്നെ വളരെ പണിയുണ്ട്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ സന്ധ്യാസമയത്ത് തന്നെ, ഇപ്പോൾ നവരാത്രിയുടെ സന്ധ്യാസമയങ്ങളിൽ നമുക്ക് മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടവരുണ്ടാവാം. ഭൂരിഭാഗം ജനങ്ങളും ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ സന്ധ്യാസമയത്ത് 1-2 മണിക്കൂറെങ്കിലും നവരാത്രിയുടെ ആ സമയത്ത് ആ ദേവീസ്മരണ നടത്തുന്നത് തന്നെയാണ് ഭാഗ്യം. അപ്പോൾ ആദിശങ്കര അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം ശോഭേച്ചിയാണെങ്കിലും എല്ലാവരും, ഓരോ ആളെയും ഞാൻ പേരെടുത്ത് പറയുന്നു. ഒരു ചെറിയ കീർത്തനം ആണെങ്കിൽ പോലും അതിന് വല്ലാത്തൊരു സവിശേഷതയാണ്, വല്ലാത്തൊരു പ്രാധാന്യമാണ്, വല്ലാത്തൊരു ചൈതന്യമാണ്. നമ്മുടെ നാടൻ പച്ച മലയാളത്തിലുള്ള കീർത്തനങ്ങളായി
പക്ഷെ അതാണ് കേൾക്കാൻ വല്ലാത്തൊരു സുഖം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇപ്പോൾ വിജയദശമിയിലേക്ക് എത്തുമ്പോഴും നമുക്കൊക്കെ വിജയം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മധുകൈടഭന്മാരെ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചിന്തകളെ, അല്ലെ, ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റ് സ്വഭാവങ്ങൾ ദുശ്ശീലങ്ങളുണ്ടെങ്കിൽ അത്, ഇതിനൊക്കെ നശിപ്പിച്ചുകൊണ്ട്, അപ്പൊ കർക്കിടക മാസത്തിൽ രാമായണം അത് തന്നെയാണ് സന്ദേശം നമുക്ക് പകർന്നു തരുന്നത്. രാമായണം എല്ലാ സമയത്തും വായിക്കാം, പക്ഷെ കർക്കിടകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് പാരായണം ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഒരു സവിശേഷത വേറെ തന്നെയാണ്. കാരണം കർക്കിടകത്തിലാണ് എല്ലാ ദുരിതങ്ങളും നമുക്ക് മനുഷ്യന് വരുന്നത്, എല്ലാ ദുരിതങ്ങളും. നേരെ മറിച്ച് ഒരു 10 മിനിറ്റ് രാമായണം ആ കിളിപ്പാട്ട് എടുത്ത് നമ്മൾ ചൊല്ലിയാൽ ഈ ദുരിതങ്ങളൊക്കെ പമ്പ കിടക്കും, അല്ലെ? അത് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് വരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ നവരാത്രിയും. ഈ 9 ദിനരാത്രങ്ങള് നന്നായിട്ട് പോട്ടെ. ഫൗണ്ടേഷന്റെ എല്ലാ പരിപാടിയും നന്നായി. അപ്പോൾ നമുക്കറിയാം, കീർത്തനങ്ങൾ ചൊല്ലാനും എല്ലാവരും, ഇപ്പൊ സജന രാജേഷിന്റെ അടക്കം ഇവിടെ കേൾക്കാൻ കഴിഞ്ഞു. ഇതിനോടൊക്കെ വളരെ ഭക്തിപൂർണമായിട്ട് ഇതിനോടൊക്കെ സമീപിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പല ആൾക്കാരും പിന്നെ നമ്മുടെ ഫൗണ്ടേഷനിൽ വരുന്നവരൊക്കെ തിരക്കുള്ള മനുഷ്യന്മാർ, നമുക്കറിയാം. ജീവിതം ഭംഗിയായിട്ട് തീർക്കാൻ വേണ്ടി നല്ല കർത്തവ്യങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണെല്ലാം. അപ്പോൾ പക്ഷെ ആ തിരക്കിനിടയിലും നമ്മൾ 1-2 മണിക്കൂർ പിന്നെ ഈ സത്സംഗത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഈ സമയത്ത് ഞാൻ പിന്നെ അഭിനന്ദിക്കുകയാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല, ഏതായാലും സമയമായിരിക്കുന്നു. ഇപ്പൊ ദേവിയുടെ തന്നെ ആണെങ്കിൽ ഇപ്പോൾ ലളിതാ സഹസ്രനാമം, കനകധാരാ സ്തോത്രം, സൗന്ദര്യലഹരി, ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള കൃതികൾ ധാരാളമുണ്ട്. അതൊക്കെ നമ്മുടെ ഈ 9 രാത്രികളിൽ നമുക്ക് ഇവിടെ എല്ലാവരും അവതരിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് സങ്കീർണമായ പ്രകൃതി പുരുഷ തത്വം എന്നുള്ളത്, അത് ഈ രണ്ടും അടങ്ങിയ മനുഷ്യ ശരീരം. അപ്പോൾ ഓരോ മനുഷ്യനും ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഓരോ നിമിഷവും ഉത്തരവാദികളാണ്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള ഒരു ബോധം നമുക്ക് കൂടുതൽ നവരാത്രി ദിവസങ്ങളിൽ വരട്ടെ. അപ്പോൾ ഇത് വളരെ ദൂരം കിടക്കുന്ന, അല്ലെങ്കിൽ മറ്റു മതസ്ഥർ പറയുന്ന പോലെ 7 ലോകത്തിനല്ല 14 ലോകത്തിനപ്പുറം കിടക്കുന്ന ഒരു സാധനം എന്നല്ല നമ്മുടെ ഈ ദൈവതത്വം എന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടെ തത്വം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. ആ ശരീരത്തിലുള്ള സ്വന്തം ചൈതന്യത്തിന് ആ രാധാമാധവ സങ്കല്പം, അല്ലെ? അപ്പൊ രാധാകൃഷ്ണ സങ്കല്പം, ഈ ഒരു സങ്കല്പത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദേവിയെ ഉപാസിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനിയുള്ള നവരാത്രിയുടെ ദിവസങ്ങളും എല്ലാവരും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് എല്ലാം ഭംഗിയാവട്ടെ എന്ന്, ആ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൃശാദ്രാഘീയസ്യാദരദളിത നീലോത്പലരുജ ദവീയാം സംദീനം സ്നപയ കൃപയാ മാമപി ശിവേ അനേനായം ധന്യോ ഭവതി ന ച തേ ഹാനിരിയത വനേവാഹർമ്മേവ സമകര നിപാതോ ഹിമകര. സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും പോലെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും തുല്യമായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ്ശങ്കർ. വളരെ സന്തോഷം മാധവേട്ട. പൂർണ്ണമായി നമ്മുടെ ഇന്നത്തെ തുടക്കം ഗംഭീരമായി തന്നെ പറയാം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്തുള്ള വരുന്ന 8 ദിവസങ്ങളിലും എല്ലാവരുടെ സാന്നിധ്യ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സെയിം ലിങ്ക് തന്നെയാണ് നമ്മൾ ഈ 30 ദിവസവും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ലിങ്കുകളൊന്നുമില്ല. ഇതേ ലിങ്കിൽ തന്നെ എല്ലാവരും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ ലിങ്കുകൾ എത്തിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓരോരുത്തരും ശ്രമിക്കുക. അവരവരുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഒക്കെ കൂടുതൽ ആൾക്കാർ, ഇപ്പൊ ഇന്നിപ്പം 21-22 പേരോളം ഉണ്ടായിരുന്നു. അത് 44 ആവട്ടെ, 66 ആവട്ടെ, 88 ആവട്ടെ, ഇങ്ങനെ കൂടി വരട്ടെ. നമ്മുടെ ഓരോ ദിവസത്തെ പ്രോഗ്രാമിൽ കൂടുതൽ അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ
ജഗദീശയുടെ കാരുണ്യ കടാക്ഷം എല്ലാവരും വർഷിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്നത്തേക്ക് നമുക്ക് വിടവാങ്ങാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോക സമസ്ത സുഖം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര 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 ജയശങ്കര.